മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ശക്തരായ 4 അവഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ പ്രത്യേകം പറയുവാണ്, ഇൻഫിനിറ്റി സാഗയിലെ പ്രധാനപ്പെട്ട വില്ലനായ താനോസിനോട് പോരാടിയ, താനോസിനെ പരാജയത്തിന്റെ വക്കിലേക്ക് എത്തിച്ച അവഞ്ചേഴ്സിനെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് ടൈറ്റനിൽ വെച്ച് താനോസിന്റെ ആക്രമണത്തെയെല്ലാം ഡോക്ടർ സ്ട്രേഞ്ച് തന്റെ മാജിക് പവേഴ്സ് ഉപയോഗിച്ച് തടയുന്നുണ്ട്. മാത്രമല്ല, ആ പോരാട്ടത്തിന്റെ ഇടയ്ക്ക് താനോസിനെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വരെ ഡോക്ടർ സ്ട്രേഞ്ച് ശ്രമിക്കുന്നുണ്ട്. അവസാനം സ്പേസ് സ്റ്റോണും സോൾ സ്റ്റോണും ഒരുപോലെ ഉപയോഗിച്ചാണ് താനോസ് ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് താനോസിനെ ഓൾമോസ്റ്റ് മുട്ടുകുത്തിച്ച് ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവേഴ്സ് പോലും അബ്സോർബ് ചെയ്യുന്ന ക്യാപ്റ്റൻ മാർവലിനെ തന്റെ ഇൻഫിനിറ്റി ഗോളറ്റിൽ നിന്ന് പവർ സ്റ്റോൺ റിമൂവ് ചെയ്ത് ആ പവർ സ്റ്റോൺ ഉപയോഗിച്ചാണ് താനോസ് ഡിഫീറ്റ് ചെയ്യുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് വാണ്ട മാക്സിമോഫും താനോസും തമ്മിലുള്ള പോരാട്ടത്തില് താനോസിനെ ആയുധങ്ങൾ ഒന്നുമില്ലാതെ ഒന്നനങ്ങാൻ സാധിക്കാത്ത വിധം നിസ്സഹായനാക്കി താനോസ് മരണപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തന്റെ സ്പേസ്ഷിപ്പിന്റെ സഹായത്തോടെ റെയിൻ ഫയർ ചെയ്താണ് താനോസ് വാണ്ടയെ ഡിഫീറ്റ് ചെയ്തത്. താനോസ് വാണ്ടയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് 6 ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവേഴ്സിനെ സ്റ്റോം ബ്രേക്കറിന്റെ സഹായത്തോടെ മറികടന്ന് താനോസിനെ ഡിഫീറ്റ് ചെയ്യാൻ തോറിന് മാത്രമാണ് സാധിച്ചത്. എന്നാൽ തോറിന്റെ കയ്യിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് താനോസ് ഊരിപ്പോയി.